ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മുബാറക്കായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് വലിയ അവസരം ലഭിച്ചു. അതിനാദ്യമായി അല്ലാഹുവിന് സ്തുതി പറയാൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ മുമ്പ് നടന്ന മഹദറത്തുൽ ബദരിയയ്ക്ക് ശേഷം ഇതുപോലെയുള്ള മജ്‌ലിസ് ഇവിടെ പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നാണ് അൽഹംദുലില്ലാഹ് നമുക്ക് നടത്താൻ കഴിയും. കഴിഞ്ഞ മജ്‌ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞതോടെ സീറ്റ് ഒന്ന് വന്നതുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ വന്നപ്പോൾ എത്ര വമ്പുണ്ടാവും മാഷാ അല്ലാഹ് ഞാൻ കരുതിയില്ല. ഞങ്ങളെ നാട്ടിലേക്ക് സീറ്റ് ഇടാൻ പ്ലാൻ ഇട്ടിട്ട് 2-3 കൊല്ലായി. ഇതിന് ഫണ്ട് ഫുള്ളാകാത്തത് കൊണ്ട് ഇപ്പോഴും സീറ്റ് കിടന്നിട്ടില്ല. അവർക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇതൊരു ഒപ്പിച്ച പണിയല്ലേ, കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. വളരെ ആത്മാർത്ഥമായി സീറ്റിട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പൈസ? ഏകദേശം 2.5 ലക്ഷം, 3.5 ലക്ഷം രൂപ. ഒരു പക്ഷെ പ്ലാൻ ചെയ്തതിനേക്കാളും അപ്പുറം ആയിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും അത് പിൻവലിയാതെ എല്ലാ അർത്ഥത്തിലും അതിന്റെ പണി കഴിഞ്ഞ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി ധാരാളം ആളുകൾ 85,000 രൂപ ഇനി അതിലേക്ക് പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കിട്ടണം, എന്നാലേ കളത്തുനിന്ന് രക്ഷപ്പെടുള്ളൂ. എന്നാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അതിനുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ. കാരണം നമ്മളെ വിലക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വിഷയത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന, സുന്നത്തെ അമാനത്ത് പഠിപ്പിക്കുന്ന പിഞ്ചു പൈതങ്ങൾക്ക് ദീന് നുകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് നമ്മൾ 100 രൂപ കൊടുത്താൽ അത് എല്ലാ കാലത്തും നമുക്ക് ഖബറിൽ കിടക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് അത് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഈ നാട്ടിലുള്ളവരായ നിങ്ങൾ, അതുപോലെ സഹോദരന്മാര് സഹോദരിമാര്, അതുപോലെ ഇവിടുത്തെ സംഘാടകര് സമീപിച്ചപ്പോൾ കണ്ടുമുട്ടി കൊടുത്തവര്, വിദേശത്തുള്ളവര്, ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ കൊടുത്തത് എന്തിനാ? ദീനീ സ്ഥാപനം അതൊന്ന് നന്നായി കിട്ടണം. ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല സംരംഭമായി. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ആരെല്ലാം ഇതിന് സംഭാവന കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നീ ഖബൂലാക്കണം റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഇൽമു പഠിപ്പിക്കപ്പെടുമ്പോ അതിന്റെയൊക്കെ പ്രതിഫലം അർഹമുർ റഹീമീനായ റബ്ബേ നീ അവരുടെ ഖബറിൽ, ഞങ്ങളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ അത് നീ വലിയ സന്തോഷമായി നീ എത്തിക്കണം റഹ്മാനെ. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് നൽകിയവരുണ്ടാവും. അല്ലാഹു നീ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലുള്ളവരുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദ് അടക്കം ആക്സിഡന്റിൽപ്പെട്ട് ചെറിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ വലിയ സലാമത്ത് കൊടുക്കണം റഹ്മാനെ, വലിയ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. അത്തരം അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അതുപോലെ അളിയന്റെ ഭാര്യ ലിവർ ശസ്ത്രക്രിയ ചെയ്ത് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്, വളരെ സീരിയസ് ആണ്. പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങളെ വരുമ്പനക്ക് അല്ലാഹു തആല ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഇവിടെ ചൊല്ലിയ അദ്കാറിന്റെ ബർക്കത്തുകൊണ്ട്, നമ്മൾ പറയുന്ന ഇൽമിന്റെ ബർക്കത്തുകൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മലായികത്തിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ അല്ലാഹു നൽകുമാറാകട്ടെ. അതിന് എന്ത് തടസ്സങ്ങളുണ്ടോ അർഹമുർ റഹീമീനായ റബ്ബേ
നീ രോഗം കൊടുത്തതുപോലെ ശിഫയാക്കാനും നിനക്കേ കഴിയൂ. നീ അവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അത്തരം പ്രയാസങ്ങളെ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് വളരെ ക്ഷാമം. കരണ്ട് ഇപ്പം നിർത്തും, ഡാമിന് വെള്ളം കഴിഞ്ഞു, പഞ്ചായത്തിന്റെ വരവ് നിന്നു, ഇങ്ങനൊക്കെ പ്രയാസപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒരു വെള്ളിയാഴ്ച ദ്വാരുന്നു. ഏതെങ്കിലും മുമ്പിൽ ദ്വാരം കേൾക്കാതെ പോലെയല്ലോ. എന്നാലും കുറച്ചൊന്ന് വൈകിയപ്പോ ഒരാൾ പറഞ്ഞു പള്ളിക്കലൊക്കെ ഏശയാണ്. പള്ളിക്കലൊക്കെ ഏശയപ്പോ ദ്വാരങ്ങൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇട്ടിട്ടില്ല. പുറത്ത് ചൂട് പുകയിട്ട് നിൽക്കണ പള്ളിക്കലാവുമ്പോഴേ ദ്വാരക്കാനൊരു ഇതുണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് പെയ്തിട്ടിയാൽ മതി. അതേസമയം ചുവക്ക് മൊത്തം AC നിന്ന് തണുത്തത് കൊണ്ട് ആളുകൾക്ക് ആദ്യം പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് മഴ വരാത്തത്. ഒരാള് തമാശക്കാണ് പറഞ്ഞതെങ്കിലും അതിനെ കാര്യം ചെയ്യക്കൂടെയെന്നില്ല. ഏതാവട്ടെ, നമുക്ക് അള്ളാഹു തആല മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ബേജാറും മഴ ഉണ്ടായി. മഴ ഇല്ലാത്തോണ്ട് ബേജാറായ നമ്മള്, മഴ തുടങ്ങിയപ്പോ പിന്നെ മഴ കൊണ്ടായി ബേജാറ്. ഇപ്പൊ അവിടെ പൊട്ടി വീണു, ഇവിടെ പൊട്ടി വീണു, അവിടെ ഉരുൾപൊട്ടി, അവിടെ വണ്ടി മറിഞ്ഞു. ഇങ്ങനെ പല അപകടങ്ങളും മഴ പെയ്തപ്പോ കേൾക്കാൻ നമ്മളെന്താ കാട്ട? മഴ വേണ്ടെന്ന് പറയാൻ പറ്റും, കാരണം കിണറ്റില് വെള്ളാറുള്ളൂ. എന്നാ മഴ പെയ്യണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴേക്കും അവിടെ പ്രശ്നമാണ്. അതിനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ ഒന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്, കേൾക്കുന്നതാണ്. മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആക്കൽ സുന്നത്താണ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മഴ കാറ്റിങ്ങനെ അടിക്കുമ്പോ, വല്ലാതെ കാറ്റടിക്കുമ്പോ നിമിതങ്ങൾ ഇങ്ങനെ പരാതിയിൽ ഇങ്ങനെ പേടിച്ചു ഉലാത്തും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടുത്തം കിട്ടാതെ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബേജാറായി നടക്കുന്നത്? ആയിഷ, അല്ലാഹു മുന്നേ കഴിഞ്ഞു പോയ പല സമുദായങ്ങളെയും കാറ്റ് പറഞ്ഞേച്ച് നശിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഈ സമുദായത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണോ എന്ന് പേടിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്പം കഴിഞ്ഞ് മഴ ഇങ്ങനെ പെയ്ത ഇവിടെ നിങ്ങളുടെ കൂടാതെ സന്തോഷായി. അപ്പൊ മനസ്സിലായി, മഴന്റെ മുന്നോടിയുള്ള കാറ്റാണ്, ശിക്ഷയുടെ കാറ്റല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. അപ്പൊ കാറ്റുകള് ചിലത് നമുക്ക് അപകടം ചെയ്യും, അതേപോലെ തന്നെ മഴ ഒരു പക്ഷേ നമുക്ക് പ്രയാസം ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ നീ ഉപകാരപ്രദമായ മഴ നൽകണേ. അല്ലാഹു തആല, മഴ എന്ന് പറയുന്നത് റബ്ബിന്റെ കാരുണ്യം, അത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ മുൽക്കിന്റെ അവസാന ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നബിയെ, നിങ്ങൾ ചോദിക്കണം. നമ്മളോടാണ് ചോദ്യം. എന്താണ് ചോദ്യം? നിങ്ങളുടെ കിണറിലെ വെള്ളം വറ്റിപ്പോയാൽ, നിങ്ങളുടെ പുഴയിലെ വെള്ളം വറ്റിപ്പോയാൽ, നിങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളിലെ വെള്ളം നീരുറവന്നു പോയാൽ, ആരാണ് നിങ്ങൾക്ക് നല്ല വെള്ളം തരാൻ കഴിയുന്നവർ? ആർക്കാണ് വെള്ളം കൊണ്ടുവരാൻ കഴിയുക? ആർക്കാണ് നമ്മളെ കിണറ്റിലെ വെള്ളം നിലനിർത്താൻ കഴിയുന്നവർ? അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ മാത്രമേ വെള്ളം തരാൻ കഴിയൂ. നമ്മൾ കിണറ് ഒഴിച്ചു, വെള്ളം തരാൻ കഴിയൂ? നമുക്ക് കുഴിക്കാൻ കഴിയും. പക്ഷെ വെള്ളം അവിടെ സംവിധാനിക്കണമെങ്കിൽ അത് അല്ലാഹു തആല തന്നെ തരണം. അതുകൊണ്ടാണ് 3 വസ്തുക്കൾ ചോദിച്ചാൽ തടയാൻ പാടില്ല. 3 വസ്തുക്കൾ ചോദിച്ചാൽ
തടയാൻ പാടില്ല. അതിലൊന്ന് വെള്ളമാണ്. വെള്ളം ഇപ്പൊ നമ്മളെ കിണറ്റിൽ കിടക്കുന്ന വെള്ളം എന്റെ വീടിന്റെ മുകളിലുള്ള 1000 ടാങ്ക് ഞാൻ രാവിലെ നിറച്ചു. നാളെ രാവിലെ വരെ എനിക്ക് ആ 1000 കൊണ്ട് മതിയാവും. അപ്പൊ അയൽവാസിക്ക് ടാങ്കിൽ വെള്ളമില്ല. ആ അയൽവാസി കിണറ്റിൽ വന്നു നോക്കുമ്പോ നമ്മളെ കിണറ്റിൽ 1500 വെള്ളമുണ്ട്. ഈ കിണറാണെങ്കിൽ ഏതിനാ വെള്ളമാണ് എന്തുകൊട്ടെ. ആ അയൽവാസി ചോദിക്കാണ്, ഞാനൊന്ന് മോട്ടർ അടിച്ചോട്ടെ. പറ്റൂല എന്ന് പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിന്റെ അവകാശികൾ വെള്ളമില്ലാത്തവരാണ്. അപ്പൊ കിണർ നമ്മളതല്ലേ, കിണർ നമ്മളതാണ്. അപ്പൊ ആ കിണറിൽ ആ വെള്ളം സൂക്ഷിച്ചു വെച്ചതിന്റെ വാടകമാണിങ്ങൾ വാങ്ങിക്കോളി. വെള്ളം വിൽക്കാൻ പറ്റൂല, വെള്ളം കൊടുത്തേ പറ്റൂ, തടയാൻ പറ്റൂല. എന്തുകൊണ്ട് പറയോ, എന്റെ കിണറിലുള്ള വെള്ളം അവിടെ വരാൻ കാരണം മഴ പെയ്യുമ്പോൾ ഈ ചോദിച്ച അയൽവാസിയുടെ പറമ്പിൽ ഇറങ്ങിയ വെള്ളമാണ്. മഴ പെയ്തപ്പോ ഇറങ്ങിയ വെള്ളമാണ് എന്റെ കിണറിലെ വെള്ളം. എന്റെ പറമ്പിൽ ഇറങ്ങിയ വെള്ളമാണ് അപ്പുറത്തെ കിണറിലെ വെള്ളം. അതുകൊണ്ട് വെള്ളം തടയാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ നല്ലോണം മഴയുടെ സമയത്ത് എന്തിനാ അത് പറയണത് എന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. മഴ പെയ്തില്ലേ, അതേസമയം നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല മഴയില്ലാതെ പരീക്ഷിച്ചു, വെള്ളമില്ലാതെ പരീക്ഷിപ്പ് പെയ്യുന്നത് വേനൽമഴ എന്നാണ് അവർ പറയണത്. ഏതാണ് നമുക്ക് കുറിച്ചില്ല. കാരണം വേനൽമഴ കഴിഞ്ഞാൽ പിന്നെ വർഷക്കാലം തുടങ്ങുകയാണെന്നാ പറഞ്ഞാൽ ഗ്യാപ്പ് കിട്ടുമെന്ന് അതും അറിയില്ല. ഏതായാലാവട്ടെ, ഈ ഒരു പ്രതിസന്ധി വരാനുള്ള കാരണം എന്താണ്? മഴ പെയ്യുമ്പോൾ നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. ധാരാളം വെള്ളം നമ്മളെ കിണറ്റിൽ ഇങ്ങനെ പൊന്താൻ തുടങ്ങി. അപ്പൊ നമ്മള് വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതെയാവും. ഇതിന് ഇസ്രാഫ് എന്ന് പറയും. ഇസ്രാഫ് ചെയ്താൽ അവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു നാട്ടിൽ എല്ലാവരും കൂടെ ചെയ്താലോ ആ നാട്ടിൽ മൊത്തം ബാധിക്കും. അല്ലേ? വുളു എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി 4ാം തവണ മുഖം കഴുകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്രാഫ് പാടില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ വുളൂഅല്ലേ, നല്ല കാര്യമല്ലേ, അതിൽ ഒരു തവണ കൂടുതൽ കഴുകിയത് കൊണ്ട് എന്താണ് പ്രശ്നം, അതിൽ ഇസ്രാഫ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലൗ കാന ബിമാഇനഹി, നീ വുളൂ എടുക്കുന്നത് ഒഴുകുന്ന ഒരു പുഴയിലാണെങ്കിലും നിങ്ങൾ നോക്കൂ, 4ാം തവണ കഴുകി എന്നതുകൊണ്ട് ആ പുഴയിൽ നിന്ന് വെള്ളം കുറയുമോ? നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോലും 3നേക്കാളും കൂടുതൽ നീ കഴുകാൻ പാടില്ല. അതാണ് ഇസ്ലാം പഠിപ്പിച്ച പാഠം. എന്ന് മാത്രമല്ല, ഫത്ഹുൽ മുഈനിൽ കാണാം, സ്വന്തം വീട്ടിലുള്ള വെള്ളമാണെങ്കിൽ 3നേക്കാളും വർദ്ധിപ്പിക്കൽ കറാഹത്താണ്. വഖഫ് ചെയ്യപ്പെട്ട മുസബ്ബലായ വെള്ളമാണെങ്കിൽ 3നേക്കാളും ഉപയോഗിക്കൽ ഹറാമുമാണ്. ഇബ്ലീസ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങള് നമ്മൾ വിചാരിക്കും വുളൂഅല്ലേ, അതൊരു മട്ടത്തിലായില്ലേ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ വുളൂഇ ശൈത്വാനാ, വുളൂഇന് മാത്രം ഒരു ശൈത്വാനുണ്ട്, യുഖാലു ലഹു വലഹാൻ, അവന്റെ പേരെന്താണ്? വലഹാൻ എന്ന പേര്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് ഫത്തഖൂ വസ്വാസൽ മാ, വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്വാസിനെ നീ നന്നായി സൂക്ഷിക്കണേ. അത് വലഹാൻ എന്ന ഇബ്ലീസിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ വുളൂ എടുക്കുമ്പോ 3നേക്കാൾ കൂടുതൽ കഴുകണ്ടോ? അവനക്ക് വേണ്ടി വലഹാനെന്ന് പേരിപ്പിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവൻ അതിന്റെ ആളാണ്. വലഹാൻ എന്ന ഇബ്ലീസാണ് അവന്റെ പിന്നിലുള്ളത്. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് വുളൂക്കും അങ്ങനെയാണ്, എത്ര ആയാലും മുഖം കഴുകി കിട്ടില്ല. പരിശുദ്ധ ഇസ്ലാമത്തിനെ പറഞ്ഞിട്ടുള്ളൂ, ആ 2 കൈകൊണ്ട് വെള്ളമെടുത്തിട്ട് മുകളിൽ നിന്ന് കഴുകി മുഖം എന്ന പരിധിയിൽ പറയുന്ന എല്ലായിടത്തും കൊണ്ട് വെള്ളം എത്തിച്ചാൽ മതി. തോർത്തും കൊണ്ടോട് തോത്തിയാൽ മുഖമാവില്ല, വെള്ളം ഒഴുകണം. അങ്ങനെ ചെയ്താൽ മുഖം കഴുകി, ഇനി അതിങ്ങനെ ലെൻസിൽ നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ആയില്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ധാരണ കിട്ടിയാൽ മതി. ചില ആളുകള് മുഖം കഴുകി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഹൗദിൽ തല മുക്കണവരൊക്കെ ഉണ്ട്. എന്റെ നാട്ടിലുണ്ടായ റെസ്പോൺസിബിൾ അള്ളാഹു തആല ശീലാക്കി കൊടുക്കട്ടെ. ഞാൻ അയാളോട് പറഞ്ഞെങ്കിൽ നിങ്ങളെ പറ്റി ഞാൻ പറയട്ടെ,
പേര് പറയില്ല എന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നോക്ക് നിങ്ങള്, അപ്പൊ ഇയാൾ പള്ളിയിലേക്ക് വന്നാൽ എന്താ വെച്ചാൽ ഇയാൾക്ക് എപ്പോഴും 2 റക്അത്ത് ബിന്ദിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇയാൾ വന്നിട്ട് തല നന്നായിട്ട് അത് കാലത്ത് നിൽക്കും. വലിയ ആളായതുകൊണ്ടാണ് ചാടൂല. അങ്ങനെ ഇയാൾ ഒതു കഴിഞ്ഞിട്ട് പിന്നെ പള്ളിന്റെ മുകളിലേക്ക് ഒന്ന് പോകും. അപ്പൊ ഞാനും പോയി നോക്കി എന്താ പോണ കാട്ടുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു തോർത്തുണ്ട് പൈസ വാങ്ങിച്ചേക്കാം. എന്തിന്? തല തോർത്താനും തലപ്പറ്റി ഉള്ളതല്ലേ. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കിതാബിന് ഞാൻ കണ്ടിട്ടില്ല. അതിൽ മൂപ്പര് പറയണേ, എന്താണ് ഉസ്താദ് എന്താ ചെയ്യാ? ഈ മുഖം കഴിയുന്ന ഉറപ്പ് കിട്ടുന്നില്ല. മുഖം കഴിയുന്ന ഉറപ്പിട്ടില്ല. എന്താ നമ്മളെ കാട്ടുക? അള്ളാഹു സലാമത്ത് കൊടുക്കുമാറാവട്ടെ. വിശ്വാസം ഉണ്ടായ അങ്ങനെ. അതേപോലെ തന്നെ ഉറപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുള്ളത്, വേറെ ആളുടെ വിശ്വാസം ഉദു മുറിഞ്ഞോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സംശയം വരും. ഉദു ഉണ്ടാക്കിയ ഒരാൾക്ക് ഉദു മുറിഞ്ഞില്ലെന്ന് സംശയം. എന്താ മസാല? ഉദു മുറിഞ്ഞിട്ടില്ല നോക്കണം. അതേസമയം ഞാൻ മൂത്രപ്പുരയിൽ പോയി മൂത്രമൊഴിച്ചത് എനിക്ക് ഉറപ്പാണ്. പിന്നെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ പള്ളി കയറാൻ ഒരു സംശയം, ഞാൻ ഉണ്ടാക്കിയില്ലേ? അവിടെ മസാല എന്താ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇയാൾക്കൊരു സംശയത്തിന്റെ മുഖം മുറിഞ്ഞോളല്ലേ. അപ്പൊ ഇയാള് ഈ സംശയത്തിൽ നിന്നിട്ട് ഭയങ്കര ഇടങ്ങേറി. ഇയാൾ പെണ്ണുങ്ങളെ കൈ വെക്കണം ഒക്കെ കുടിച്ചതാണ്. ഒന്നു മുറിഞ്ഞു ഉറപ്പായിരുന്നു. അപ്പൊ ഇയാൾ ഈ ഒന്നു മുറിഞ്ഞോ എന്ന് സംശയം തീർക്കാൻ വേണ്ടി ഇയാൾ ചെയ്യണ പണി പെണ്ണുങ്ങളെ പോയി തൊടുക. മൂപ്പര പെണ്ണുങ്ങളെ കാര്യമില്ല, മൂപ്പര പെണ്ണുങ്ങളെ പോയി തൊടുക. എന്നാ പിന്നെ ഒന്നു മുറിഞ്ഞല്ലോ, സ്വന്തം ഭാര്യ തൊട്ടാ ഒന്നു മുറിയല്ലോ. അങ്ങനെ ഉറപ്പിക്കുക. എന്നിട്ട് റാഹത്തിന് പോയി ഒന്നു കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചുള്ള ഇടങ്ങേറ്. അള്ളാഹു മൂപ്പർക്കും സലാമത്ത് കൊടുക്കട്ടെ. എന്നോട് എന്റെ നാട്ടിൽ തന്നെ ഒരു പ്രായമുള്ള വാപ്പ, നിങ്ങളെ മൊത്തൊക്കെ പ്രായമുള്ള ഒരാള് എന്നോട് വന്നിട്ട് പറഞ്ഞു, വാസനി എന്റെ മകനെ കൊണ്ട് കുളിക്കണം എന്ന് പറഞ്ഞാല് അവനക്ക് കുളിക്കണമെങ്കിൽ ഒരു ടാങ്ക് വെള്ളം വേണമെന്ന് മുമ്പനോട് പറഞ്ഞതാണ്. നിങ്ങൾ കാര്യമായിട്ട് വരക്കണം. അങ്ങനെയുള്ളവരുണ്ടാവും കൂട്ടത്തില്. ചിലർക്കുണ്ടാവും ശവറം തന്നെ തിരിച്ചാൽ പിന്നെ എഴുത്തിക്കാപ്പിന്റെ നീയത്തിന്റെ പോയിട്ടുള്ള മാതിരി ആ ബാത്റൂമിൽ അങ്ങനെ ഇരിക്കും ചിലവര്. എന്നിട്ട് അങ്ങനെ തിരിച്ചും വിടും. ഇത് ഇസ്രാഫാണ്. ഈ ഇസ്രാഫ് കൊണ്ട് എന്തുണ്ടാവുമെന്നറിയോ? അല്ലാഹു തആല പറഞ്ഞു, കുലൂ വശ്റബൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കാം, ആവശ്യമുള്ളത് കുടിക്കാം, ആവശ്യത്തിന് കുളിക്കാം, ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാം. പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ ഇസ്രാഫ് ചെയ്യരുത്, അമിതമായി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അങ്ങനെ അമിതമായ വെള്ളം ഉപയോഗിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല. അല്ലാഹു ഇഷ്ടപ്പെടാതിരുന്നാലോ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല, നമ്മുടെ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാകൂല, മക്കളുടെ ജോലിയിൽ അത് ബാധിക്കും, ഇഖാമയിൽ അത് ബാധിക്കും, പഠിക്കുന്ന മക്കളുടെ പഠനത്തിൽ അത് ബാധിക്കും, കെട്ടിച്ചയച്ച പെണ്ണിന്റെ ജീവിതത്തിൽ അത് ബാധിക്കും, അതുപോലെ നമ്മുടെ മക്കളിൽ അത് ബാധിക്കും, നമ്മുടെ വാഹനത്തിൽ അത് ബാധിക്കും. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. എന്താ പ്രശ്നം അറിയോ? നമ്മള് ശബറനകത്ത് വന്നിട്ട് എന്നിട്ടോ അത് തുറന്നിട്ട് പിന്നെ ചിലരെപ്പുറം കൂട്ടലരേക്ക് ആ സോപ്പൊക്കെ തേച്ചിട്ട് അങ്ങനെ തിരിയണ്ട്. സോപ്പ് തേച്ച് എല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ രണ്ടാമതിന്റെ ചുട്ടിക്ക് വരാൻ അപ്പോഴൊന്നും കൂട്ടിയിട്ടില്ല. ഒക്കെ കഴിഞ്ഞിട്ടാ കൂട്ടണത്. ഇതിന്റെ ഇടയിൽ എത്ര ലിറ്റർ വെള്ളം പോവാൻ. അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇങ്ങനെ ശബർ തുറന്നിട്ട് ആൾക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. ഒരു ചില്ലറ കാര്യമില്ല. അതേപോലെ തന്നെ ചിലവര് ബ്രഷ് ചെയ്യുമ്പോ ആ പൈപ്പണ് തുറന്നിട്ടാ പിന്നെ ഇങ്ങനെ കഴിയോളം പൈപ്പ് തുറന്നിട്ട് കൊണ്ടാണ്. അള്ളാഹു തആല പറയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ബ്രഷ് ചെയ്യുമ്പോ ആവശ്യമില്ലാതെ ടാപ്പ് തുറന്നിട്ടാൽ അള്ളാഹു ഇഷ്ടപ്പെടില്ല. നിസ്സാര കാര്യമായിട്ട് നമുക്ക് തോന്നും. അതേപോലെ തന്നെ വാഹനം കഴുകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ വെള്ളത്തെന്ന് കരുതിയിട്ട് നല്ലോണം വെള്ളം തുറക്കണ്ട. അള്ളാഹു തആല ഇതിന്റെ കാരണം കൊണ്ട് അടുത്ത കൊല്ലം പരീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് വെള്ളം എത്ര ഉണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ വാഹനം കഴുകുമ്പോ വാഹനം കഴുകാൻ ഉപയോഗിക്കുന്ന ചില പൈപ്പുകളുണ്ട്, അതിലാവുമ്പോൾ കുറഞ്ഞ വെള്ളമേ പോകുള്ളൂ. അതേസമയം നമ്മുടെ വീട്ടിലുള്ള സാധാ ഓസിട്ട് വാഹനം കഴുകിയാൽ എത്ര ലിറ്റർ വെള്ളം അധികം പോകും. അതിന് പകരം അതിന് തൊട്ടടുത്ത് ബക്കറ്റ് വെച്ച ബക്കറ്റ് നിറച്ച് പാട്ട കൊണ്ട് കഴുകിയാൽ എത്ര ലിറ്റർ വെള്ളം ലാഭിക്കാൻ കഴിയും. ചില ആളുകൾ ചെടി എടുക്കുമ്പോ ഇങ്ങനെ നിൽക്കുകയാണ്. അതിലൊക്കെ വരുമ്പോ കൊണ്ടോളൊന്നുമില്ല, ഒന്നുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇങ്ങനെ ചെടി നടക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടൂല. ഞാൻ വെറുതെ അർത്ഥം വെക്കില്ല. അപ്പൊ അതുകൊണ്ട് ചെടി നനക്കുമ്പോഴും
നമ്മൾ ബക്കറ്റിൽ പാട്ട് കൊണ്ടുപോയി ആ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിനെ പറ്റിയ നല്ല വെള്ളം കൂടുതൽ ചെലവാകാത്ത പൈപ്പ് അത് വെച്ചുകൊണ്ട് അത്യാവശ്യം നമ്മൾ നനയ്ക്കുക. വെറുതെ നനച്ചു പോകരുത്, ആവശ്യത്തിന് നനച്ചു കൊടുക്കുക. വെള്ളം അമിതമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രാഫാണ്. അല്ലാഹു ആ ഇസ്രാഫ് ചെയ്യുന്നവർ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? അടുത്ത കൊല്ലം അല്ലാഹു മഴ തരാതെ നമ്മളെ കിണറിലെ വെള്ളം വേഗം വറ്റിച്ചു കളയും. അല്ലാഹു പറയാണ് സൂറത്തുൽ വാഖിഅയിലുള്ള അർത്ഥമായതാണ്. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കുന്നത്? അതല്ല അം നഹ്നുൽ മുൻസിലൂൻ, ഞാനാണോ നിങ്ങൾക്ക് വെള്ളം തരുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, ഞാനാണോ വെള്ളം തരുന്നത്? അല്ല, നിങ്ങളാണോ വെള്ളം ഇറക്കുന്നത്? അല്ലാഹു തആലയാണ്, അതിനൊരു സംശയമില്ല. അപ്പൊ അല്ലാഹു തആല ഇഷ്ടപ്പെടാതിരുന്നാൽ അല്ലാഹു നമുക്ക് വെള്ളം തരൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വസ്വാസുകൾ നമ്മൾ സൂക്ഷിക്കണം. നബിതങ്ങൾ പറഞ്ഞു, ഫത്തഖൂ വസ്വാസൽ മാഅ്. ചില പെണ്ണുങ്ങൾക്ക് നായ തൊട്ടിയിൽ ഏട്ട് കീഴാഞ്ഞത് മുറിഞ്ഞാണ്. അതിന്റെ പുറത്തുള്ള പാത്രം എടുത്ത് വെച്ചിട്ടില്ല. നായ തൊട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിലേ കീഴേണ്ടതുള്ളൂ. അത് തൊട്ടുകളോ ഏത് സംശയിച്ചത് കൊണ്ട് കീഴേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് വെറുതെ അതിന് സമയം കളയാ, അതിന് വെള്ളവും കളയാ അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മ പറഞ്ഞ സംഭവം, എന്റെ കുടുംബത്തിൽപ്പെട്ടൊരു സംഭവം ഞാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതെന്താ? ഒരു സഹോദരിക്ക് എന്ത് നായ തൊട്ട് വിശ്വാസ. അപ്പൊ പുറത്തൊരു സാധനം എടുത്തു വെക്കാൻ മറന്നാൽ അത് പിറ്റേന്ന് 7 വട്ടം കഴുകും, ഒരട്ടം മണ്ണുകൊണ്ടും കഴുകും. ഒരു ദിവസം അങ്ങനെ മറന്നൊരു പാത്രം തന്റെ ചെറിയ കുട്ടി എടുത്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പെണ്ണ്, ആ സഹോദരി പാത്രം മാത്രമല്ല കഴുകിയത്, ആ കുട്ടിന്റെ വായ 7 വട്ടം കഴുകി. ഒന്നും മണ്ണോണ്ടും കഴുകി. അപ്പൊ ഞാൻ പാടിച്ച് പരലോകം വിളിച്ചിട്ടൊന്നും കയറി. ഞാൻ പറഞ്ഞോണ്ടുള്ളത് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ വായ ഒന്നായിട്ട് 7 വട്ടം കഴുകുകയാണ്. എന്താ ാണത്? എന്നാ നായ തൊട്ടിട്ടുണ്ടോ? അറിയില്ല. ഇങ്ങനെ വിശ്വാസമുള്ള ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ എന്റെ പേരിലോട്ട് ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയും, രാജാടിയാവും കാണണ്ടല്ലോ. ഞാൻ അത് പൂച്ചന്റെ കാണുന്നതാണ്. അല്ലല്ല, നായനാണ്. എന്തിനാ പത്ര ഇടങ്ങളായി പോയി നോക്കേണ്ട ആവശ്യം അല്ലേ? എന്നിട്ട് പിന്നെ ഇങ്ങനെ ചിറ്റിയാതെ ഈ എത്ര വലുപ്പുണ്ട് അത്ര വലുപ്പുണ്ട്. എന്നിട്ട് പോലെ ഇതൊക്കെ പിന്നെ ഒപ്പിച്ചിട്ട് പരിപാടിയാണ്. ഞാൻ ഫത്തുൽമീൽ അങ്ങനെയുള്ളത്. ഫത്തുൽമീൽ പറഞ്ഞത് കാണാം, ഒരു ബക്കറ്റിൽ നിന്ന് നായ തല മുക്കണത് കണ്ടു. ആ നായന്റെ മുഖത്ത് വെള്ളം, ബക്കറ്റിനും വെള്ളം. എന്നാ ബക്കറ്റിന് തൊട്ടപ്പുറത്ത് മഴ പെയ്തത് എന്തായിക്കോട്ടെ, അപ്പുറത്തും വെള്ളം. ഈ നായയുടെ മുഖത്തിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നായ അവിടെ മുക്കി തുടച്ചപ്പോ ആയ വെള്ളമാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ബക്കറ്റിലെ വെള്ളം നേസാണെന്ന് പറയാൻ പാടില്ല. അവിടെ നായനെ പോലെ തെറ്റിദ്ധരിക്കരുത് എന്ന് എന്ന് പറയുന്നത്. എത്ര ലളിതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയിട്ട് വെറുതെ വെള്ളം നഷ്ടപ്പെടുത്താൻ പാടില്ല. വുളു എടുക്കുമ്പോ മുഖം 3 വട്ടം കഴുകുന്നതിനേക്കാൾ ചുരുക്കലും കറാഹത്താണ്, 3-നേക്കാളും കൂട്ടലും കറാഹത്താണ്. അതൊക്കെ 3 തവണ കഴുകണം. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു തവണ കഴിഞ്ഞ് വുളു എടുക്കാൻ പാടില്ല. എന്താ? 3 തവണ ഈ ചുരുക്കൽ കറാഹത്താണ്. അപ്പൊ 2 വട്ടം എടുക്കുക, 1 വട്ടം എടുക്കുക, അത് കറാഹത്താണ്. അപ്പൊ അതുകൊണ്ട് വുളു എടുക്കുമ്പോ പരമാവധി 3 തവണ എടുക്കാൻ ശ്രമിക്കണം. അതേസമയം വെള്ളം കുറവാണ്. ഇനി ഞാനിത് 3 വട്ടം എടുത്താൽ ബാക്കിയവർക്ക് വെള്ളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവികൾക്ക് വെള്ളം ഉണ്ടാവില്ല. എങ്കിൽ അവിടെ 1 തവണ മതി. അതിനും കഴിയില്ലെങ്കിൽ അവൻ തയമ്മം ചെയ്യണം എന്നാണ് മസ്അല. വെള്ളം വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇനി ഈ മഴക്കാലം വരുമ്പോ നമ്മൾ വെള്ളം എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ അല്ലാഹു തആല അടുത്ത കൊല്ലം ഇതിനേക്കാളും പ്രയാസം നമുക്ക് തരും. അല്ലാഹു തആല പറയാണ്, ഞാൻ ഇഷ്ടംപോലെ മഴ തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വെള്ളം സംഭരിച്ചു വെക്കുന്നില്ല. പഴയ കാലത്ത് നമ്മളെ പറമ്പുകളിൽ വെള്ളം വന്ന് ആ പറമ്പിലൂടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി. അതുപോലെ പാടങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് ആ പാടങ്ങളിലൂടെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി. അങ്ങനെ നമ്മളെ ഭൂമിക്കടിയിലെ ഭൂഗർഭജലം
വറ്റാതെ സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഇന്ന് വെള്ളം ഇറങ്ങാനുള്ള സംവിധാനമില്ല. കാരണം ആ പറമ്പുകളിലെല്ലാം വീടായി മാറി. പണ്ട് തന്നെ ഒരു ഏക്കർ പറമ്പിൽ 2 വീടുകൾ ഉണ്ടാവുക. ഇന്നിപ്പോ ഒരു ഏക്കർ പറമ്പ് മൊത്തം വീടാൻ 5-10 സെന്റിൽ എല്ലാവർക്കും പെരൻ. എന്നാൽ ആ പെരയുടെ മുറ്റം മൊത്തം എന്തായി? ഞാൻ എന്റെ മുറ്റം ഒരു 5 സെന്റുള്ള മുറ്റാണ്. ആ മൊത്തം ഞാൻ ഇന്റർലോക്ക് കിട്ടും. അപ്പുറത്തുള്ളവർ ഇന്റർലോക്ക് കിട്ടും, ഇപ്പുറത്തുള്ളവർ ഇന്റർലോക്ക് കിട്ടും. അല്ലെ, നമ്മളൊക്കെ ഇന്റർലോക്ക് കിട്ടുമല്ലോ. കാരണം എന്താ? അതൊരു രസമാണ്, അല്ലെങ്കിൽ അതൊരു ഭംഗിയാണ്. നമ്മൾ ഇട്ടു. എന്താ ഈ ഇന്റർലോക്ക് ഇട്ടപ്പോ എന്താ ഉണ്ടായത്? ഇന്റർലോക്ക് കൂടുമ്പോ എങ്ങനെ ഉണ്ടാവുക? ആ വഴിയിലേക്ക്, റോഡിലേക്ക് വെള്ളം പോകുന്ന രൂപത്തിൽ നമ്മൾ സ്ലോപ്പ് ആക്കിയിട്ടുള്ള വീട. ഒരു തുള്ളി വെള്ളം പോലും നമ്മളെ മുറ്റത്ത് ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കൂല, നമ്മളെ പറമ്പിൽ ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കൂല. അങ്ങനെ നമ്മുടെ മുറ്റത്ത് വീഴുന്ന വെള്ളം, വാർപ്പിന്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം, ആ വെള്ളം മുഴുവനും എവിടേക്ക് എത്തി? നമ്മൾ സ്ലോപ്പ് ആക്കി ഇന്റർലോക്കിലൂടെ ഒലിച്ച് റോട്ടിലേക്ക് എത്തി. ആ റോട്ടിലുള്ള വെള്ളം റോട്ടിലിറങ്ങാൻ കഴിയുന്നതിന്റെ കാരണം എന്താ? അപ്പുറത്തും കോൺക്രീറ്റാണ്, വെള്ളം ഒലിക്കന്നെ. ഇത് എവിടെ താഴെത്തല്ലേ വെള്ളം താവുള്ളൂ. ഒലിച്ചൊലിച്ച് പോയി പുഴയിലെത്തും. പുഴയിലോ പുഴ വെച്ച കടലിലെത്തും. നമ്മളെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല. അന്ന് പറയാണ്, ഇഷ്ടംപോലെ ഞാൻ വെള്ളം തരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് സൂക്ഷിച്ചു വെക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ ഒരു വിഷയം മുമ്പ് ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രായം നിന്നാൾ പറഞ്ഞു, സാർ നിങ്ങൾ പറഞ്ഞ ഭയങ്കര ശരിയാണ്. എന്റെ മുമ്പിൽ പറയാണ്, ഞങ്ങളെ വാപ്പാര് ഒരു പറമ്പ് തട്ടായി നിൽക്കുന്ന പറമ്പുണ്ടാവും. ആ തട്ടിനൊക്കെ ഒരു വരമ്പുണ്ടാവും. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം മഴ പെയ്തപ്പോ ആ കെട്ടിക്കുന്ന വെള്ളങ്ങൾ ഒലിച്ചു പോകാൻ വെള്ളച്ചട്ടം വരെ കാണാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ ചെന്ന് കണ്ട് ആ മെല്ലത് വെട്ടിയിട്ട് അടുത്ത പറമ്പൊക്കെ വെള്ളം ചാടിച്ചു. ഇത് കണ്ടപ്പോ വാപ്പ വന്നിട്ട് ഞങ്ങളോട് ചൂടായിട്ട് പറയാണ്, പൊന്നാര മക്കളെ, ഓരോ പറമ്പിലുള്ള വെള്ളം അവിടെ തന്നെ ഇറങ്ങണം, എന്നാലേ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മയാണ്. മൂപ്പരോട് പറയാണ്, എനിക്കൊന്നും അനുഭവമില്ല. അപ്പൊ എന്താ, നമ്മളെ പറമ്പിൽ ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ആ വെള്ളം മുഴുവൻ ഒലിച്ചു പോകണം. പിന്നെ എങ്ങനെ കേട്ടില്ല നമുക്ക് വെള്ളം ഉണ്ടാകും? അപ്പൊ അതുകൊണ്ടാണ് പഞ്ചായത്ത് എന്ത് പറഞ്ഞത്, വീടിന് നമ്പർ കിട്ടണമെങ്കിൽ മഴവെള്ള സംഭരണി വേണം. നമ്മള് പഞ്ചായത്തിന്റെ നമ്പർ സോപ്പിട്ട് കണ്ട് നമ്മള് നമ്പറുമായി നമ്മള് മഴവെള്ള സംഭരണി വെക്കൂല. ഇത് എന്തിനാണ് വെക്കണത്? അന്ന് പറയണം, അങ്ങനെ വെച്ചാലേ ഭൂമിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ വെള്ളം കടലിൽ എത്തിയിട്ട് നമ്മളെ ഭൂമിയിൽ വെള്ളം ഉണ്ടാവോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്റർലോക്ക് ഇട്ടാൽ അതിന്റെ ഇടയിലൂടെ പോകുന്ന വെള്ളത്തിന് ഒരു പരിധിയുണ്ട്. അത് എത്ര പോകാൻ നമുക്കറിയാം. അങ്ങനെ സംവിധാനം പറ്റിയിൽ അങ്ങനെ ആക്കാം. ഇല്ലെങ്കിൽ മൊത്തം ഇന്റർലോക്ക് ഇടുന്നതിന് പകരം നമ്മൾ ഈ വാർപ്പിന്റെ മുകളിലുള്ള വെള്ളം അതല്പമെങ്കിലും ശേഖരിച്ച് അത് നമ്മുടെ പറമ്പിലേക്കോ അതുപോലെ തന്നെ കുഴിമുട്ടിയിട്ട് അങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് ഇറക്കാനുള്ള സംവിധാനം ചെയ്താൽ നമ്മളെ നെറ്റിൽ വെള്ളം ഉണ്ടാവും, നമ്മുടെ ചുറ്റുഭാഗത്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ അല്ലാഹു തആല പറയണ, അത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അത്ഭുതം നോക്കൂ നിങ്ങള്. വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത് എന്ന് പറയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ 70% വെള്ളമാണ്. പ്രായത്തിനനുസരിച്ച് 60-65 ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയുടെ 71% വെള്ളം. മാപ്പ് നോക്കിയിട്ട് ഭൂമിന്റെ പടം, ഭൂമിയുടെ ആ മാപ്പ് നോക്കിയാൽ നീല കളറാണ് ഏകദേശം എല്ലാ സ്ഥലത്തും കാണുക. അത് ഈ വരച്ച ആളത്തെ നീല കളർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് വരച്ചൊന്നുമില്ല, അതിന്റെ അർത്ഥം വെള്ളത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഭൂമിയുടെ 71% വെള്ളമാണ്. ആ 71-ൽ 97% കടൽ ജലമാണ്, സമുദ്രജലമാണ്. അത് ഉപ്പായതുകൊണ്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ആകുന്നത് 3% ശുദ്ധജലമാണ്. ആ 3%-ന്റെ 3/4 ഭാഗവും മഞ്ഞുമലകളും മറ്റുമായിട്ടാണ് പോയിട്ടുള്ളത്. ആ കണക്കിൽ നമുക്ക് കിട്ടണില്ല. പിന്നെ ആകെയുള്ള കുറഞ്ഞ ഭാഗമുള്ളൂ നമ്മള് കുളങ്ങളും പുഴകളും അതുപോലെ തന്നെ തോടുകളും നമ്മളെ ഭൂഗർഭജലവും. ഇതാണെങ്കിലോ 45% അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുമാണ്. ഇന്ത്യയിൽ ആകെ 4% മാത്രമേ ഇന്ത്യയിൽ ശുദ്ധജലം ലഭ്യതയുള്ളൂ. അതിനകത്ത് പോയിച്ചൊന്നും വേണം, 4% ഭയങ്കര കണക്കാണ്. ഈ ശുദ്ധജലം ആ കണക്ക് കാണുമ്പോ നമ്മൾ നന്നായി സൂക്ഷിക്കണം. അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ശുദ്ധജലം നമ്മുടെ കാരണം കൊണ്ട് അല്ലാഹു നിർത്തിക്കളയും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അല്ലാഹു തആല പറയുന്നു, അതേ ഭൂമിയിലും പ്രയാസങ്ങൾ ഉണ്ടാവും, കടലിലും പ്രയാസങ്ങൾ
ഉണ്ടാവും. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ പ്രവർത്തനം കാരണം കൊണ്ട്. അല്ലാഹു തആല ഇവിടെ ആരെ സൃഷ്ടിച്ചാലും അവർക്കുള്ള വെള്ളവും ഭക്ഷണവും അല്ലാഹു ഏറ്റതാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു തആല ആർക്ക് ജന്മം കൊടുത്തിട്ടുണ്ടോ അല്ലാഹു തആല അവർക്കുള്ള ഭക്ഷണവും വെള്ളവും സംവിധാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇവിടെ നമ്മളെ സൃഷ്ടിച്ചോ, നമുക്കുള്ള വെള്ളവും ഭക്ഷണമുണ്ട്, അത് അല്ലാഹു ഏറ്റതാണ്. പിന്നെ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അതിനൊക്കെ പറയുന്നു, നിങ്ങളുടെ ജീവിത നിലപാട് മാറ്റിയത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ നോക്കികള് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നിറഞ്ഞാടുകയാണ്. അയാളെ കുറ്റം പറഞ്ഞിട്ടും ഇയാളെ തെറി പറഞ്ഞിട്ടും അത് അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതിനാൽ അല്ലാഹു തആല നമുക്ക് മഴ നിർത്തുകയാണ്. ഞാൻ സംഭവം പറയട്ടെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. മഹാനായ ദുന്നൂനി മിസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മരച്ചുവട്ടിൽ ഒരാൾ നിസ്കരിക്കുന്നത് കാണുകയാണ്. അയാൾ നിസ്കരിക്കുകയാണെന്ന് അറിയാതെ സലാം പറഞ്ഞു, മടക്കിയില്ല. വീണ്ടും വീണ്ടും സലാം പറഞ്ഞു. അപ്പോഴാണ് നിസ്കരിക്കുകയാണെന്ന് മനസ്സിലായത്. അയാൾ വേഗം അടുത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. മഹാനായ ദുന്നൂനി മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ആ മുഖത്തേക്ക് മുഖാമുഖം തിരിഞ്ഞിട്ട് മഹാനവറുകൾ അതാ മണ്ണിൽ ഇട്ടുകയാണ്. സംസാരിക്കുന്നതില്ലെന്ന് എന്റെ നാവിനെ ഞാൻ തടഞ്ഞു. ഞാൻ സംസാരിക്കാൻ ഇനി എന്റെ നാവിനെ ഉപയോഗിക്കൂല എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ലോകത്ത് സർവ്വ ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കാനുള്ള കാരണം നമ്മുടെ നാവാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് നടക്കുന്ന ഏതെല്ലാം ഫിത്നകളുണ്ടോ, എന്തെല്ലാം അക്രമങ്ങളുണ്ടോ, സംഘടനകളുണ്ടോ, അതിന്റെ പിന്നിലൊക്കെ പ്രധാന കാരണം അവരുടെ നാവല്ലേ. അതുകൊണ്ട് ഞാൻ നാവിനെ ഉപയോഗിക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴെന്നിട്ട് പറയാണ്, ആനായ പറയാണ്, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോ അല്ലാഹനെ ഓർത്ത് സംസാരിക്കണേ, നാവിനെ സൂക്ഷിക്കണേ എന്ന് എന്റെ മുമ്പിൽ അദ്ദേഹം എഴുതിയപ്പോ ഞാൻ അത് ഓർത്ത് ഒരുപാട് സമയം കരഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് ഞാനും ഒരു പാട്ടൊരു എഴുത്ത് തിരിച്ചെഴുതി. ഞാനൊരു കാര്യം നിങ്ങളോടും പറയട്ടെ, ഏത് എഴുത്തുകാരനും മരണപ്പെട്ടുവോ അവൻ എഴുതിയത് കാലാകാലം ഇവിടെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നാവിനെ മാത്രം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരാൾ രക്ഷപ്പെടൂല. അയാൾ എഴുതും. ആ എഴുത്തുകാരൻ മരണപ്പെട്ടാലും അയാൾ എഴുതിയത് ഒരുപാട് കാര്യം ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആഖിറത്തിൽ സന്തോഷം തരുന്നതല്ലാതെ നിങ്ങൾ എഴുതരുത് കേട്ടോ. സഹോദരങ്ങളെ, നമുക്ക് എഴുതാൻ വാട്സപ്പ് ഉണ്ട്, നമുക്ക് എഴുതാൻ ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ വിവിധ സോഷ്യൽ മീഡിയകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നല്ലതിനൊക്കെ വലിയ സൗകര്യങ്ങളാണ്. അതേസമയം ഗീബത്തും നമീമത്തും കൂടുതലാണ്. അതേ ഒരാൾ ഗ്രൂപ്പിലേക്ക് ഒരാളെ പറ്റി വിട്ടാൽ എത്ര ആളുകളാണ് ഒരേ സമയം അത് അറിയുന്നത്. ഗീബത്ത് പരക്കാൻ ഇന്ന് എളുപ്പമാണ്, നമീമത്ത് സ്പ്രെഡ് ആകാൻ ഇന്ന് വളരെ ഈസിയാണ്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ ഏത് സംഘടനയുടെ പേരിലായാലും ഒരാളെയും നമ്മുടെ കുറ്റം പറയണ്ട,
പറ്റി കേൾക്കുമ്പോഴേക്ക് അത് 4 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണ്ട. ഞങ്ങൾ പറയാണ്, അതുകൊണ്ട് നാവിനെ മാത്രം സൂക്ഷിച്ചാ പോരാ, എഴുതുന്നതും സൂക്ഷിക്കണം കേട്ടോ എന്നങ്ങ് തിരിച്ച് എഴുതി കൊടുത്തപ്പോ പറയുന്നു, അയാള് അട്ടഹസിച്ച് വീണ് ആ വീഴ്ചയിലങ്ങ് മരണപ്പെട്ടു പോയി. ഞാൻ അയാളുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, നിങ്ങൾ മാറി നിന്നോളൂ, അത് അല്ലാഹുവിന്റെ മലക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ കുറെ അകലെ ഒരു മരത്തിന്റെ തടയിൽ മാറി നിന്നു. അല്പം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ മഹാന്റെ ജഡം അവിടെ കാണാനില്ല. അങ്ങനെ ഒരു അടയാളം പോലും കാണാനില്ല. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണ്? ഫേസ്ബുക്കിൽ എഴുതുമ്പോ, വാട്സപ്പിൽ ചാറ്റുമ്പോ അതും ഗീബത്തും നമീമത്തുമായാൽ നമ്മൾ മൂന്നാളോടും പറഞ്ഞ ഗീബത്തിന്റെ മാലില്ല വാട്സപ്പിൽ ഗീബത്ത് പറഞ്ഞാല്. കാരണം അത് എത്താത്ത സ്ഥലം ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരാളെ പറ്റി വരുമ്പോ അത് ഇവിടെ തന്നെ ഒതുങ്ങാണ്. ഇതങ്ങനെ അതൊരു ഗ്രൂപ്പുകൾ വിട്ടാൽ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഒരാൾ ആ സംഘടനയുടെ ആൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഒന്നാമതായാലും എന്തുകൊണ്ടേ നമ്മളത് ഏറ്റെടുക്കാൻ നിൽക്കണ്ട. നമ്മളെ ഏറ്റെടുത്തിട്ട് നമ്മളെ ആഹ്റം നമ്മളെ നഷ്ടപ്പെടുത്തേ. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അത് എന്തിന്റെ പേരിലും ആകാം, നമ്മൾ ആഹ്റം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വാട്സപ്പിൽ പലതും വരും, ഫേസ്ബുക്കിൽ പലതും വരും, ഉള്ളതും വരും, ഇല്ലാത്തവരും വരും. മറ്റാത്തവരെ മരിച്ചിട്ട് ഫേസ്ബുക്കില് വാട്സപ്പിലൊക്കെ 2-3 വട്ടം മരിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ പലവരുണ്ട്. പിന്നെ അത് മരിച്ചിട്ട് കേട്ടാൽ തെറ്റാണ്. ഇങ്ങനെ കിട്ടിയതൊക്കെ വിടുകയാണ്, എല്ലാം വിടുകയാണ്. ഏതോ ബന്ധമാണ്. ഇപ്പൊ മുഹറം മാസം വരുമല്ലോ, തൊഴിൽ കഴിഞ്ഞാൽ അപ്പോഴൊരു മെസ്സേജ് വരാൻ, മുഹറം മാസം ആദ്യം അറിയിച്ചു കൊടുക്കാത്ത നരകം തൊടൂല എന്നിട്ട് ബ്രാക്കറ്റിൽ നബി വചനം. അത് കിട്ടിയാലോ കൂടാതെ നമ്മൾ ആൾക്കാർ നിങ്ങൾ ആലോചിച്ചു, എത്ര പറഞ്ഞാലും ഇനി വരുന്ന മെസ്സേജ്. അങ്ങനെ ഒരു ഹദീസല്ലോ, എന്നാൽ അങ്ങനെ ഹദീസ് ഉണ്ടോ? എന്നിട്ട് നമ്മൾ കിട്ടി നമ്മളെന്ത് ചെയ്യാം? നമ്മളോടും എന്നാ ഈ ചങ്ങായിക്ക് ആലോചിച്ചൂടെ, ഇനി എനിക്ക് എന്തായാലും ചാൻസ് ചെയ്യാം, ഞാൻ എനിക്ക് വിട്ടാളിന്റെകളും വിട്ടല്ലോ, പിന്നെ ഞാൻ അർത്ഥം ചെല്ലോ, അതൊന്നും ചിന്തിക്കൂല. കിട്ടിയ വാർത്ത അങ്ങോട്ട് തള്ളണം ഗ്രൂപ്പിലേക്ക്. അത് ആരെ പറ്റിയായാലും ഗീബത്ത് നമീമത്ത് അത് വലിയ അപകടമാണ്. നാളെ തങ്ങൾ പറഞ്ഞു, സ്വഹാബ ആരാണ് പാപ്പസൂട്ടുവാര? നിങ്ങൾക്കറിയോ? ഒന്നിനും കൊള്ളാതെ ദരിദ്രവാസി ആരാന്നറിയോ? അപ്പൊ സ്വഹാബത്തോട് പൈസ ഇല്ലാത്തവര് മീൻ വാങ്ങാൻ പോയിട്ട് പക്ഷെ പൈസ ഇല്ല, അങ്ങനത്തവരാണല്ലോ. പിന്നെ ആരാ? നാളെ ആഖിറത്തിൽ ഒരാൾ വരും, അയാൾ ഭയങ്കര നിസ്കാരക്കാരനാണ്, എല്ലാ ജമാഅത്തിനും റെഡിയാണ്, സ്വതക്കത്ത് മുമ്പിലാണ്, എല്ലാ മജീസിനും റെഡിയാണ്. അങ്ങനെ അയാൾ വരും, സ്വർഗത്തിലേക്ക് അല്ലാഹു പാസ് കൊടുക്കും. പോകാതെത്തുമ്പോഴാണ് ബാക്കിൽ പോകില്ല. അതെന്താ? ഈവത്ത് പറഞ്ഞാൽ ഇന്നെ പറ്റി ഇയാൾ ഇന്നാളുടെ ഈവത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബേ എനിക്കതിന് പരിഹാരം തരണം. എന്താ കൊടുക്കാനുള്ളത്? ഇവ നിസ്കാരത്തിന് കുറച്ചാൾ കൊടുക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പുറത്തുണ്ട് നമീമത്ത് പറഞ്ഞ ആള് വരുന്നത്, ഇപ്പുറത്ത് പരിഹസിക്കപ്പെട്ട ആള് വരുന്നത്. ഇങ്ങനെ ഇവൻ ഇവിടെ ബാധ്യതയാക്കി വെച്ച ആളുകളൊക്കെ അവിടെ വരും. അവസാനം പരിധിയുന്നില്ല, ഇവന്റെ നിസ്കാരം, നോമ്പ്, സ്വതക്ക എല്ലാം തീർന്നുപോയി. ഇനി ഒന്നും നന്മ കൊടുക്കാനില്ല. പക്ഷെ ആളുകൾ തീർന്നിട്ടില്ല. അത്രമാത്രം ആളുകളെ ഇവൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം ആളുകളെ ഇവൻ പരിഹസിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അല്ലാഹു തആല അവരുടെ തിന്മകൾ ഇവന്റെ പെരടിയിലേക്ക് ഇടാൻ പറയും. അങ്ങനെ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവനാവും. അവനാണ് ഏറ്റവും വലിയ ദരിദ്രം ഒരടിച്ചവനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് ആരെയും കുറ്റം പറയണ്ട, ചീത്ത പറയണ്ട, ഗീബത്ത് പറയണ്ട. നമ്മളെ കഴിവ് നന്നാക്കിയാൽ മരണപ്പെടുമ്പോ നല്ല മനസ്സോടെ നമുക്ക് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റം പറഞ്ഞ് നടക്കുക, എല്ലാവരും കുറ്റം കണ്ടുപിടിച്ച് നടക്കുക. എന്നിട്ട് പള്ളിക്കത്തെ ഉസ്താദ് ഇങ്ങനെ ഒരു ദിവസം ഇനി വരാണ്ടെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ പൊരുത്തപ്പെടുന്ന ബാക്കിലുള്ള ചില ആൾക്കാർ അവർക്ക് പുറത്തു കൊടുക്കും, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുക. എല്ലാവരും പൊരുത്തപ്പെട്ടിരുന്ന് കരുതിയിട്ട് ആരും അങ്ങനെ മരിച്ചാലും കണ്ട, അങ്ങനെ വെച്ചാൽ കണ്ട ആരും പൊരുത്തപ്പെട്ടിരില്ല ഇല്ലേ? നീ പിന്നെ എല്ലാ സാമ്പത്തിക ഇടപാടും ഏറ്റെടുത്തതാണ്. മനസ്സിലിങ്ങനെ പറയണ്ടോ,
പാപ്പുണ്ടാക്കി ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യം ആ കാലഘട്ടമാണ്. അതുകൊണ്ട് കാണുണ്ടാക്കി മക്കൾ കൂട്ടുന്ന എഴുതിയിട്ട് ആരും കൂട്ടാൻ ഭരിക്കാൻ ചേർക്കണ്ട, ബാധ്യത വെറുതെ ഉണ്ടാക്കണ്ട. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ജീവിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് അന്നന്നാക്കുന്നത് മതി. അതല്ലേ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നന്നായി നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ നാളെ ആഖിറത്തിൽ പകരം ചോദിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, നമ്മൾ മറ്റുള്ളവരോട് പൊരുത്തപ്പെടിക്കുകയും വേണം. ഏതായാലും ആവട്ടെ, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനവറുകൾക്ക് വലിയ പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചെറുപ്പം മുതലേ പലതരം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബഹുദൈവാലയരോട് സംവാദം നടത്തിയതിന്റെ പേരിൽ അവിടുന്ന് തീയിൽ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം സന്താനങ്ങളില്ലാതെ ദുആ ചെയ്ത് 100 വയസ്സിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊടുത്തപ്പോ ആ കുട്ടിയെ അറുത്തു പിരിയാൻ അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. അങ്ങനെ എത്ര പരീക്ഷണങ്ങളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായത്. അല്ലാഹു പറഞ്ഞതല്ലേ എന്ന് കരുതി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറബ് നടക്കാൻ കൊണ്ടുപോയി. ആ പുത്രബലിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കാൻ ഇബ്രാഹിം നബിക്ക് ഈ പരീക്ഷണങ്ങളൊന്നും തടസ്സമായിരുന്നില്ല. അങ്ങനെ ഇസ്മായിൽ നബി ഇസ്ലാമിനെ അറുക്കാൻ ഒരുങ്ങിയപ്പോ തന്റെ കരുത്തുറ്റ ഈമാൻ ഇബ്രാഹിം നബി പ്രകടിപ്പിച്ചപ്പോ സ്വർഗ്ഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആ കുട്ടിക്ക് പകരം ബലിയർപ്പണത്തിനായി സ്വർഗ്ഗത്തിൽ നിന്ന് എത്തിച്ച ഒരു ആടിനെ കൈമാറുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് തക്ബീറുകളൊക്കെ ചൊല്ലി അതാ ആടിനെ അറുക്കുകയും ചെയ്തു. ആ പാരമ്പര്യവും ആ സ്മരണയും നിലനിർത്തലാണ് ഉദഹിയത്ത്. ഞാൻ വിഷയമൊന്നും മാറ്റിയതാണ് എന്ന് പറഞ്ഞാൽ വഴക്കത്തിന് വേണ്ടി ഇനിയിപ്പോ നമ്മുടെ സദസ്സത്താവ് പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും അല്ലെ, എനിക്ക് തോന്നുന്നു. പെരുന്നാൾ കഴിഞ്ഞെങ്കിലും ഉദഹിയത്തിന് മുൻപ് തന്നെ ഒരുങ്ങണൽ. ഒരു 10-12 ദിവസം കൂടി കഴിഞ്ഞാൽ ഉദഹിയത്തിന്റെ മാസായി. അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മാതൃക, അവരോടുള്ള ബഹുമാനമാണ് യഥാർത്ഥത്തിൽ ഉദഹിയത്ത് കർമ്മം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞില്ല, ഇന്നാ അഅതൈനാകൽ കൗസർ, ധാരാളം ഞാൻ നിങ്ങൾക്ക് നൽകി, അതുകൊണ്ട് ഫസ്വല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണം, ഉദഹിയത്ത് അറക്കണം എന്ന തഫ്സീറും മഹാന്മാർ പറയാണ്. ഉദഹിയത്തിന്റെ ഗുണം ധാരാളം നന്മ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും, നമ്മുടെ ജോലിയിൽ ഉണ്ടാവും, നമ്മുടെ ബിസിനസ്സുകളിൽ ഉണ്ടാവും, ശത്രുക്കളിൽ നിന്ന് വലിയ കാവലും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലക്ക് ഈ ദുൽഹിജ്ജയിലെ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഉദഹിയത്ത് അറക്കലാണ്. ആ ഉദഹിയത്ത് മൃഗം നാളെ ആഖിറത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദഹിയത്ത് അറുത്താൽ ബികുല്ലി ശഅറത്തിൻ ഹസനാ, ആ മൃഗത്തിന് എത്ര രോമമുണ്ടോ ആ രോമം കണക്കെ അവന്റെ അക്കൗണ്ടിൽ അല്ലാഹു ഹസനത്ത് എഴുതി ചേർക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ ദഹാ തയ്യിബതൻ ബിഹാ നഫ്സുഹു മുഹ്തസിബാ, അല്ലാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ഒരു വലിയ ഉദഹിയത്ത് അറവുകാരനാകട്ടെ എന്ന് കരുതിയിട്ടല്ല, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് ആരെങ്കിലും ഉദഹിയത്ത് അറുത്താൽ കാനത്തിലഹു ഹിജാബൻ മിനന്നാർ, അവന് നരകത്തിൽ നിന്ന് വലിയ കാവലാർ. ഫഇന്നാ അല സിറാത്തി മത്വായാകും, അത് ആ സിറാത്ത് പാലത്തിൽ നിങ്ങൾക്ക് വാഹനമാണ്. സിറാത്ത് പാലം തന്നെ മുടിന്റെ അത്ര വലിപ്പം തന്നെ നമ്മൾ പറയാം. ആ സിറാത്ത് പാലം കടക്കാനുള്ള ഒരു വാഹനമാണ് എന്ന് നമ്മൾ അറക്കണ ഉദഹിയത്ത്. അപ്പൊ എത്ര അർത്താലും അത്രയും വാഹനം നമുക്ക് ഉണ്ടാവും. പണ്ടിത് പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞു, അപ്പൊ പിന്നെ ആകെ ഇടങ്ങാറാവില്ല, ഏത് പാലത്തുമ്പല പോവാൻ ഉദയത്ത് അറക്കാനുള്ള പരിപാടി വെക്കില്ല. ഇവർക്ക് വിഷ്കാല് നാളെ എല്ലാം കൂടി അർത്താല് ആഗ്രഹത്തിന് ഏത് വണ്ടിമല കയറാണ്. നല്ല മൈലേജ് വണ്ടിമല കയറിക്കാളി നമ്മൾ അറക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇല്ലേ, ഇപ്പൊ
കഴിക്കായിരിക്കും. അതേസമയം ചിലപ്പോ ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ നമ്മുടെ പല കീഴിലും സംഘടനയ്ക്ക് കീഴിലും വ്യക്തിഗത കീഴിലും ഒക്കെ എന്ത് നടക്കുന്നുണ്ട്, ഉദയത്ത് കർമ്മം നടക്കുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഷെയർ 2000 രൂപ ഉണ്ടാവും. ഇവിടെ ചേരാൻ കഴിയാത്തവർക്ക് വേണമെങ്കിൽ അവിടെ ചേരാം. അതേസമയം സ്വന്തം നാട്ടിൽ ചേരാൻ കഴിയുന്നവര് സ്വന്തം നാട്ടിൽ ചേരാം. ഉദയത്ത് സുന്നത്തുണ്ട്, നിർബന്ധമുണ്ട്. ഉദയത്തിനൊക്കെ നേർച്ച പിന്നെ നിർബന്ധമാണ്. ഇതിന്റെ ഉദയത്താണെന്ന് പറഞ്ഞാല് പിന്നെ അറക്കൽ നിർബന്ധമായി. ഏതാണ് സുന്നത്തായ ഉദയത്താണ്. മുഅക്കദായ കഴിവുള്ള ആളുകൾക്ക് പെരുന്നാളിന്റെ അന്നത്തെ ചെലവ് കഴിഞ്ഞ് ഒരു ഉദയത്തിറക്കാൻ കഴിവുണ്ടെങ്കിൽ അവർക്കത് ശക്തമായ സുന്നത്താണ്. ശാഫിഈ മദ്ഹബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴിവുണ്ടായിട്ടും മൻ വജദ സഅതൻ, ഉദയത്തിറക്കാൻ കഴിവുണ്ടായിട്ടും അവൻ ഉദയത്ത് അറക്കാതിരുന്നാൽ ഫലാ യഅ്ദുറു മുസല്ലാനാ, നമ്മളെ കൂടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരേണ്ടതില്ല. ഈ ഹദീസ് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉദയത്തിറക്കൽ കൈയുള്ളവർ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ഈ ഹദീസ് കണ്ടിട്ടാണ്. ഏതായാലാവട്ടെ, അപ്പൊ ഉദയത്തിറക്കാൻ കഴിവുണ്ടായിട്ട് ഉദയത്തിറക്കാതിരുന്നാൽ അത് വലിയ നന്ദികേടാണ്, അദബുകേടാണ്. ആടിനെ അറക്കുമ്പോൾ ഒരാൾക്കേ ചേരാൻ പറ്റുള്ളൂ. അതേസമയം പോത്ത്, പശു, കാള പോലൊത്ത ആ വർഗങ്ങള്, മാടുവർഗങ്ങള് 7 ആളുകൾക്ക് വരെ ഓഹരി ചെയ്യാം. ഞാൻ പലരോട് പറയില്ല, ഞാൻ സമയം നിർത്തണം. 7 ആളുകൾക്ക് വരെ ഓഹരി കൂടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളെ നാട്ടിൽ കഴിയുമെങ്കിൽ ഒരു 8,000 രൂപ ബാലൻസ് ഉണ്ടായാൽ നമുക്കതിൽ ചേരാൻ പറ്റും. അത് വലിയൊരു ബർക്കത്താണ്. ഇനി അറക്കാനൊന്നും കഴിയില്ലാതെ ഉദയത്ത് അറക്കണ സ്ഥലത്ത് നമ്മളെ ഹാജറാകുകയും വേണം. കാരണം അത് വലിയൊരു ബർക്കത്തിറക്കുന്ന സ്ഥലമാണ് ഈ ഉദയത്തിറക്കണ സ്ഥലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നിനും കഴിയാത്തവരോ ഇങ്ങനെ പെരികുത്തിറക്കാൻ ഇപ്പൊ വരും ഇറച്ചിച്ചിട്ട് അങ്ങനെയല്ല. ഇറച്ചി പത്താറില്ലെങ്കിലും നമ്മൾ അവിടെ പോയി നിൽക്കുക. ഈ അളവ് ഉദ്ദേശിക്കുന്ന ആളുകൾ തന്നെ അറക്കലാണ് സുന്നത്ത്. പക്ഷേ ചിലപ്പോ അയാൾക്ക് പേടികാരം അങ്ങനെ ഉണ്ടാവില്ല, അത്തന്നെ കൂടി പാഞ്ഞു പോയോ എന്നുള്ള പേടി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോ മറ്റൊരാളെ ഏൽപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏൽപ്പിക്കുമ്പോ അറവ് ഏൽപ്പിക്കണം. അപ്പോഴും നമ്മളെന്നെ പരമാവധി അവിടെ ഹാജറാകൽ സുന്നത്താണ്. നീയത്ത് നമ്മൾ വെക്കാർക്കുമ്പോ അല്ലെങ്കിൽ നീയത്തും കൂടി അറക്കുന്ന ആളെ ഏൽപ്പിക്കുക, അതൊക്കെ ചെയ്യണം. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി 10 ആളുകൾ കൂടിയിട്ട് പൈസ ചോദിച്ചു കിട്ടിയിട്ട് ഒരു പോത്തിനെ വാങ്ങി അറുത്താൽ ആരും ഉദയത്തും കൂടൂല. കാരണം പോത്തിന് അയാൾക്കേ ഷെയർ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി 3 ആൾക്കോ വേറെ വാങ്ങിക്കോളണം. അതേപോലെ തന്നെ എല്ലാവരുടെയും പൈസ എത്ര മൈൻഡിൽ പൊതുവെ ഉണ്ടാവല്, എല്ലാവരും 14 രൂപ ഷെയർ തരണം കൊടുത്തു. ഞാനും 14 കൊടുത്തു. അങ്ങനെ 14 ആൾക്കാരും, ഒരു ഉദാഹരണം പറയാം, 14 ആൾക്കാരും 14 ആളുകളുടെ അരിയിൽ എത്ര രൂപ വാങ്ങി? 14 രൂപ വാങ്ങി. അപ്പൊ എത്രയായി? 1,40,000. അങ്ങനെ 2 കന്നിനെ വാങ്ങാൻ പോയി. ചന്തയ്ക്ക് പോയപ്പോ ഒരു കന്ന് കിട്ടിയത് എത്ര? ഒരു 60,000 രൂപ. 60,000 രൂപയ്ക്ക് ഒരു കന്നിനെ കിട്ടി. പിന്നെ നമ്മൾ തപ്പിച്ച് അങ്ങനത്തെ കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോ പിന്നെ 80,000 രൂപയുടെ കന്നുമാർ. ഇപ്പൊ പൈസ കണക്കായി. പോയവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ 1,40,000 കൈ കിട്ടിയിട്ടുണ്ട്. 1,40,000 2 കന്നുമാർ. പക്ഷെ ഒരു കന്നിന്റെ വില 60,000, ഒരു കന്നിന്റെ വില 80,000. എങ്കിൽ അവിടെ ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇനി ഉദയത്ത് വഴിയാവില്ല. എന്താ? 7 ആളുകൾ നിർത്തിയിട്ട് ഈ 60,000ന്റെ 7 ആളുകൾക്ക് ബാക്കി പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ 60,000 വാങ്ങി 60,000 ഇല്ലല്ലോ. അതിന് 7 ആൾക്കെന്ന് 10,000 വാങ്ങിയാലും 7,000 ഉണ്ടാവും. ഇവർക്കുള്ള ആൾക്കുള്ള പോത്തോ 60,000ന്റെ പോത്തുമാണ്. ഈ 10,000 രൂപ 7 ആൾക്കും വീതിച്ചു കൊടുത്തോളാം. അപ്പോഴേ ഉദയത്ത് ചെയ്യാവുള്ളൂ. അല്ലാതെ ഈ 10,000 അയക്ക് കൂട്ടുക, അത് ആരോടും കിട്ടൂല. എന്നിട്ട് 2 പോത്തിന് അർത്ഥം ശരിയാവില്ല. അതിനെന്ത് ചെയ്യണം? എല്ലാവരോടും പറഞ്ഞാണ്ട് ഈ പോത്തിന് 80,000 തങ്ങളെ 10 ആൾ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. അല്ലാതിരുന്നാൽ ഉദയത്ത് ചെയ്യാവില്ല. അപ്പൊ ഇന്റെ നാട്ടിലൊക്കെ എങ്ങനെ സംഘടിത ഉദയത്ത് ചെയ്യല്? ഇവിടെ തന്നെ ആയിരിക്കും. എങ്ങനെ ചെയ്യലെന്ന് വെച്ചാല് ഞങ്ങൾ ഒരു പോത്തിന് വില പറയില്ല. ഞങ്ങൾ പറഞ്ഞാൽ 3 പോത്താണ്, 3 പോത്തുമാണ്. അപ്പൊ 3 പോത്തിനും കൂടി മൊത്തം നിശ്ചയിച്ചിട്ട് അപ്പൊ എല്ലാ പോത്തിനും വില കറക്റ്റാണ്. അങ്ങനെ എന്ത് ചെയ്യും? എല്ലാവർക്കും ഒരിച്ചോ. അങ്ങനെ സംഘടിതമായി ഉദയത്ത് അറക്കുമ്പോ തന്നെ 3 പോത്തുണ്ട്, 21 ആൾക്കാരുണ്ട്. അങ്ങനെ എങ്ങനെ അർത്ഥം 60 സ്വയ്യാവുന്നല്ലാതെ ഉദയത്ത് സ്വയ്യാവില്ല. 7 ആളുകളെ മാറ്റി നിർത്തി ഇത് നിങ്ങളെ പോത്താണ് കിട്ടാന്ന് പറഞ്ഞ് അങ്ങനെ അർത്ഥാലെ അവരുടെ ഉദയത്ത് സ്വയ്യാവുള്ളൂ. അടുത്ത അയാളെ നിർത്തിയിട്ട് അടുത്തത്, അടുത്ത അയാളെ നിർത്തിയിട്ട് അടുത്തത്. അല്ലാതെ 21 നിർത്തിയിട്ട് 3 പൂർത്തി നിർത്താല് ഓരോ കന്നിലും 21 ഓഹരി ഉണ്ടാവുക.
ഓഹരിയിലുണ്ട്, ആ ഉദഹിയത്ത് സ്വയ്യാവൂല. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ 1 ആയാൽ ഉദഹിയത്തിന്റെ മൃഗങ്ങളെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീറുൽ സുന്നത്താണ്. അത് പെരുന്നാൾ വരെയാണ് ആ സുന്നത്ത്. പെരുന്നാൾ വരെയാണ് ആ സുന്നത്ത്. അല്ലാഹു അക്ബർ അത് ശബ്ദം കേട്ടാലും മതി, ഇനി കണ്ടാലും മതി. ഉദഹിയത്ത് അറക്കേണ്ട മൃഗമാണെന്നില്ല, അറക്കുന്ന മൃഗത്തിൽ പെട്ടാൽ മതി. ഒരാടിനെ കണ്ടു, ആ ആട് വേറെ എന്താണ് ഉദഹിയത്തിന് അറക്കാൻ വേണ്ടി വെച്ചൊന്നല്ല, പക്ഷെ കണ്ടാൽ തക്ബീർ ചൊല്ലണം, അത് സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഉദഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകള് അവരെ അറവ് നടക്കുന്നത് വരെ ദുൽഹിജ്ജ 1 മുതൽ നഖം, മുടി പോലത്തതൊന്നും ആവശ്യമില്ലാതെ നീക്കം ചെയ്യൽ കറാഹത്താണ്. ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നീക്കുന്നതിന് കറാഹത്തുമില്ല. ഏതായാലും നീക്കിയിട്ട് ഹറാമൊന്നും വരൂല, എന്നാലും കറാഹത്താണ്. അപ്പൊ ഉദ്ദേശിക്കുന്നവര് ദുൽഹിജ്ജ 28 ആവുമ്പോ തന്നെ എന്തേതോട്ടെ ആ നഖം മുടിക്കൊന്ന് മുറിച്ച് ശരിയാക്കിക്കോട്ടെ. ഇതൊന്നും നോക്കാതെ പിന്നെ ദുൽഹിജ്ജ 1 ചിലപ്പോ ആരും മുടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. കൈവെള്ള പെണ്ണുങ്ങൾക്കൊക്കെ കൂടാ, ഗൾഫിലുള്ളവർക്ക് നാട്ടിലും കൂടാ. ഇത്തരക്കാത്തില്ലെന്നമാരല്ല എവിടെ ഇത് കൂടാൻ പറ്റും. കൈ പൈസ കൊടുത്താൽ ഇന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദുൽഹിജ്ജ ഹജ്ജ് ഉദ്ദേശിച്ച് പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോയവരുണ്ടാവും, പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അല്ലാഹു തആല അവർക്കൊക്കെ കാമിലായ രൂപത്തിൽ ഹജ്ജ് ഉംറ സിയാറകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കും അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ വരുമ്പോ അതിൻ്റെതായ ആ ദിവസത്തെ മാനിച്ച് ബഹുമാനിച്ച് അതിനെ കൊണ്ടു നടക്കാൻ ആദരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ദുആയിൽ പിരികയാണ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയുള്ള പലരുടെയും ഉമ്മ-ഉപ്പമാരെ കൂട്ടുകുടുംബങ്ങൾ മരണപ്പെട്ടു പോയവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അതുപോലെ ഈ മാസം മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, മഹാന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സന്തോഷാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ പേരിൽ ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ആളുകളൊക്കെ സമ്മാനം വാങ്ങി മുന്നേ വാങ്ങാം, അതാണ് എന്റെ ഏറ്റവും നല്ല. നമ്മൾ ഫാത്തിഹ ഓതി ആവുമ്പോൾ ഇൻഷാ അല്ലാഹ് കയ്യിലുള്ള സ്വതക്ക ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്താൽ അത് അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു നമുക്ക് എല്ലാത്തിനും ബർക്കത്ത് നൽകുമാറാവട്ടെ. അൽ-ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകള് ഹോസ്പിറ്റലിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മായി അല്പം മുമ്പ് മരണപ്പെട്ടു എന്ന് അറിയാൻ കഴിയും. അങ്ങോട്ട് പോയതല്ല. അല്ലാഹു തആല ആ സഹോദരിയുടെ എല്ലാ ഹസനാത്തുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. സയ്യിആത്തുകൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا
ഉദ്ദേശങ്ങളും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നിറവേറ്റി തരണം അല്ലാഹ്. റബ്ബേ, പലരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. കാലുവേദന, മുട്ടുവേദന, ഊരവേദന, റബ്ബേ വിട്ടുമാറാത്ത മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾ, അങ്ങനെ ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിൽ പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ, നീ ശിഫ നൽകണം അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെത്തുന്നു നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. റബ്ബേ, രോഗികളായി കിടക്കുന്നവർ ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലുണ്ട്, നീ ശിഫ കൊടുക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനേ. അപകടങ്ങളെ തൊട്ട് നിന്റെ കാവല് നൽകണം അല്ലാഹ്. റബ്ബേ, ഈ മഴക്കാലത്ത് പല അപകടങ്ങളും ഞങ്ങൾ കേൾക്കുന്നു, നീ നിന്റെ വലിയ കാവല് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്. ഈ സ്ഥാപനത്തിനെ സഹായിച്ചവര് റബ്ബേ, ഇപ്പോഴും ഇതിലേക്ക് നൽകിയ സ്വതക്ക നൽകിയവര്, അതുപോലെ ഈ സീറ്റ് ഇടുന്നതിന് ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് സഹായിച്ച് സഹകരിച്ചുവോ എല്ലാവർക്കും നീ വലിയ സഹായം നൽകണം അല്ലാഹ്. റബ്ബേ, എല്ലാവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. അതിൽ നാട്ടിലുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. അങ്ങനെ ഇതുമായി ആരെല്ലാം സമീപിച്ചപ്പോ, ആരെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചതിലേക്ക് സ്വതക്ക നൽകിയോ, നീ അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ, ജോലിയിൽ, ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വീട്ടാനുള്ള വഴി നൽകണം അല്ലാഹ്. റബ്ബേ, വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന മക്കളുള്ളവരുണ്ട്, യോജിച്ച ഇണകളെ നൽകണം അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കൺകുളിർമ നൽകുന്ന മക്കളിൽ പെടുത്തണം അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഇവിടെ ഈ മാസത്തിൽ നടക്കുന്ന ഈ മഹത്തായ മജ്‌ലിസ് ആരെല്ലാം ഇതിൽ സ്ഥിരമായി പങ്കെടുക്കുന്നുവോ, അപ്പേ ഇന്നത്തെ മജ്‌ലിസിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ, ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഒരുപാട് സഹോദരിമാരും ഉമ്മബന്ധന്മാരും അവിടത്തെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും നീ പരിഹരിക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സമയത്ത് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഡോക്ടർമാര് പറഞ്ഞ് പലതും പറഞ്ഞ് അപ്പേ ഭയത്തോടെ നീങ്ങുന്നവരുണ്ട്, നീയാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നവൻ, നീ സലാമത്ത് കൊടുക്കണം അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, ഇവിടെ ഒരുമിച്ച് കൂടിയുള്ള പലരുടെയും മരണപ്പെട്ട ഉപ്പമാരുമ്മമാര്, റബ്ബേ, നേരത്തെ പറഞ്ഞ സദർ ഉസ്താദിന്റെ ഭാര്യയുടെ അമ്മായി അടക്കം, അങ്ങനെ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുവോ അവരുടെ കബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണം അല്ലാഹ്. കുടുംബത്തോടൊന്നിച്ച് സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോടുകൂടെ മരിക്കുന്നതിന്റെ മുത്തഖീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പലരും പല അപകടം പറ്റി ഹോസ്പിറ്റലിൽ വന്ന് എന്താ പറഞ്ഞല്ല, നമ്മളെ അർദ്വാക്കാൻ അടിയന്റെ ഭാര്യ, അതുപോലെ തന്നെ അയൽവാസി ജോലി ചെയ്യുന്ന മുകളിൽ നിന്ന് വീട് തലക്ക് ഒരുക്കി പറ്റി ഹോസ്പിറ്റലിലാണ്. അള്ളാഹുക്കെ ശിഫ കൊടുക്കുമാറാവട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹുത്തല വലിയ കാവൽ നൽകുമാറാവട്ടെ. നമ്മളൊക്കെ വർക്ക് നിർണ്ണയിക്കുമ്പോൾ അതിക്കറ് ചൊല്ലാൻ ആരും മറക്കരുത്. ഹദ്ദാദ് ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്ക് തുടരണം. ഹദ്ദാദ് പതിവാക്കിയാൽ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹുത്തല കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്ക്
ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും.